السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشارياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ 40ലേറെ രോഗങ്ങളിൽ 11ാമത്തെ രോഗമാണ് ഇത്തിബാഉ ഷഹവാത്ത്. നഫ്സിൻ്റെ ആഗ്രഹങ്ങളെ പിൻപറ്റുക, നഫ്സിൻ്റെ ആഗ്രഹങ്ങളോട് വഴിപ്പെടുക എന്ന് പറയുന്ന രോഗം 40 രോഗങ്ങളിൽ നിന്ന് 11ാമത്തെ രോഗമാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഈ ദിറാസ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദ് 26ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തത്തബിഇൽ ഹവാ ഫയുളില്ലക അൻ സബീലില്ലാഹി ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. അതായത് നഫ്സിൻ്റെ ആഗ്രഹങ്ങൾ, തടീച്ചകളോട് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ പിൻപറ്റുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴി തൊട്ട് തെറ്റിപ്പോവുകയും മാത്രമല്ല, തീർച്ചയായും അള്ളാഹുവിൻ്റെ വഴിയെ തൊട്ട് തെറ്റിയ ആളുകൾ അവർക്ക് ശക്തമായ അദാബ്, ശിക്ഷ ഉണ്ട്. അവർ ഹിസാബിൻ്റെ ദിവസം അവർ മറന്നുപോയിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് ശക്തമായ അദാബുണ്ട് എന്ന് സൂറത്ത് സ്വാദ് 26ാമത്തെ ആയത്തിൽ പറഞ്ഞു. മറ്റൊരു സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നാസിആത്ത് 40-41 പറഞ്ഞു, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. 41ാമത്തെ നാസിആത്ത് സൂറത്തിൻ്റെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് ആ നിൽക്കല്ലെ തൊട്ട് പേടിക്കുകയും നഫ്സിൻ്റെ തടീച്ച തൊട്ട് നഫ്സിനെ വിരോധിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും സ്വർഗമാണ് അവരുടെ താമസ സ്ഥലം എന്ന് സൂറത്തുൻ നാസിആത്ത് 40-41 പറയുകയാണ്. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഅ്ജമുൽ ഔസത്ത് 4ാം വാല്യം 212ാമത്തെ പേജിൽ, അതായത് 5754ാമത്തെ ഹദീസിൽ പറഞ്ഞു, 3 വസ്തുക്കൾ ഹലാക്കിലേക്ക് വലിക്കുന്നതാണ്. 3 വസ്തുക്കൾ ഹലാക്കിലേക്ക് ഇടുന്നു. ഒന്ന് ഹിർസ്, ത്വമഅ്. ഹിർസ് അത്യാഗ്രഹം, ത്വമഅ് ആഗ്രഹം, അതിൽ മുങ്ങുക എന്ന് പറയുന്നത്. ഹിർസ്, എല്ലാത്തിലും ഹിർസും ത്വമവും, എല്ലാം കിട്ടണം എന്ന ആഗ്രഹം. രണ്ടാമത്തത് നഫ്സാനിയായ ആഗ്രഹങ്ങളെ പിൻപറ്റുക, നഫ്സിൻ്റെ ആഗ്രഹങ്ങളോട് പിൻപറ്റുക. മൂന്നാമത്തത് സ്വന്തത്തെ സംബന്ധിച്ച് അഭിമാനം, പൊങ്ങച്ചം പറയുക. ഈ 3 വസ്തുക്കൾ അവസാനം ഹലാക്കിലേക്ക് എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്ജമുൽ ഔസത്ത് 4ാം വാല്യം 212ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തിബാഉ ഷഹവാത്ത്, ഇതിനെ സംബന്ധിച്ച് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഇത്തിബാഉ ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ പിൻപറ്റുക, നഫ്സിൻ്റെ തടീച്ചകളെ, ആഗ്രഹങ്ങളെ പിൻപറ്റുക. അതായത് ജായിസും പിന്നെ ജായിസല്ല ഒന്നും ശ്രദ്ധിക്കാതെ, ജായിസും ജായിസല്ല, ജായിസില്ലായ്മ ഇതൊന്നും ശ്രദ്ധിക്കാതെ നഫ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നോക്കുക. അതായത് ഇതൊന്നും ജായിസാണ് അല്ലെങ്കിൽ ജായിസല്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ നഫ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വീട്ടിക്കൊടുക്കാൻ പിൻപറ്റുക, നഫ്സിൻ്റെ എല്ലാ ആഗ്രഹം വീട്ടിക്കൊടുക്കാൻ തയ്യാറാവുക. അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്, ഹലാക്കിലേക്ക് ഇടുന്ന പ്രവർത്തനമാണ്. മുസ്ലിം സമുദായം ഇതിനെ തൊട്ട് രക്ഷപ്പെടേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ നഫ്സിൻ്റെ ആഗ്രഹങ്ങൾ, ഇത്തിബാഉ നഫ്സിനെ തൊട്ട് പിടിച്ചു നിന്ന് ജീവിതം നന്നാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട സയ്യിദുന ജഅഫർ ഖുൽദി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് ഒരു നീണ്ട ചരിത്രം
ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉയൂനുൽ ഹികായാത്ത് 2-ാം വാല്യം 46-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. സയ്യിദുന ജഅഫർ ഖുൽദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സയ്യിദുന ഖൈറുൻ നസ്സാജ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് ഖൈറുൻ നസ്സാജ് എന്ന പേരെങ്ങനെ കിട്ടിയത്? നിങ്ങൾ നസ്സാജാണോ, അതായത് വസ്ത്രം നെയ്യുന്ന ആളായിരുന്നോ? നിങ്ങൾക്കത് കച്ചവടമുണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഖൈറുൻ നസ്സാജ് എന്ന പേര് സിദ്ധിച്ചത് എന്ന് മഹാനവറുകളോട് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വസ്ത്രം നെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷെ ഈ പേര് കിട്ടാൻ കാരണമുണ്ട്. ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്തിരുന്നു, ഞാൻ ഒരിക്കലും നഫ്സിന്റെ ആഗ്രഹത്തിന് വേണ്ടി നല്ല ഫ്രഷുള്ള കാരക്ക ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ കരാർ ചെയ്തിരുന്നു. മുൻഗാമികൾ അങ്ങനെയാണല്ലോ. ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ, അബ്റാറുകളായ ആളുകൾ നന്മയായി കാണുന്നതും അതിനേക്കാളും അള്ളാഹുലേക്ക് അടുത്ത ആളുകൾ അതിനൊരു സയ്യത്തായി കാണും. അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നു. ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ എന്നതിലേക്ക് അള്ളാഹുവിന്റെ അടുത്ത ആളുകൾ വളരെ വളരെ സൂക്ഷ്മത പാലിക്കുന്നത് കൊണ്ട് മറ്റുള്ളൊരു ജായിസ് എന്ന നിലയ്ക്ക് ചെയ്യുന്നത് ഇവർ വളരെ സൂക്ഷ്മത കൂടി അതും ഒഴിവാക്കുക എന്ന ഒരു സ്വഭാവം പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതൽ കരസ്ഥമായ ആളുകൾക്കുണ്ടാവുക. അപ്പൊ ഏതായാലും ഖൈറുൻ നസ്സാജ് എന്ന പേര് കിട്ടാൻ കാരണം ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം കരാർ ചെയ്തു. എന്താ കരാറ്? എന്റെ നഫ്സിന്റെ ആഗ്രഹത്തില് ഞാൻ ഫ്രഷുള്ള ഈത്തപ്പയം ഭക്ഷിക്കില്ല എന്ന് ഞാൻ കരാറ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലങ്ങളോളം ആ കരാറ് പ്രവർത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖൈറുൻ നസ്സാജ് മഹാനവരുകൾ ഇതാ നഫ്സിനിക്ക് ഈത്തപ്പയം കൊടുത്തിട്ടില്ല. അങ്ങനെ നഫ്സ് എപ്പോഴും ആഗ്രഹിക്കും നല്ല ഈത്തപ്പയം ലഭിക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് ഈത്തപ്പയം വിലക്ക് വാങ്ങി, എന്നിട്ട് അത് ഭക്ഷിക്കാൻ വേണ്ടി ഇരുന്നു. ഒരു കാരക്ക തിന്നിട്ടുള്ള ഒരു ഈത്തപ്പയം ഭക്ഷിക്കുമ്പോഴേക്ക് ഇതാ എന്നെ ഒരാൾ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, എന്നെ ഒരാൾ കൂർപ്പിച്ച് നോക്കുമ്പോൾ എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഖൈർ, ഓ ഖൈർ, അതായത് ഖൈർ എന്ന് പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖൈർ, നീ എൻ്റെ ഓടിപ്പോയ അടിമയാണല്ലോ, ഒളിച്ചോടിപ്പോയ അടിമയാണല്ലോ. ഞാന് ഒരുപാട് പരിഭ്രമിച്ചിട്ടുണ്ട്, ഞാന് ഒരുപാട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു ജാഫർ ഖുൽദി തങ്ങൾ പറയാണ്, ഖൈറുൻ നസ്സാജ് റഹ്മത്തുള്ളാഹി അലൈഹി അത്ഭുതപ്പെട്ടു, ഇതെന്താ സംഭവം? എന്റെ അടിമയാണെന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്കൊന്നും മനസ്സിലായില്ല. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരു അടിമണ്ട് എന്ന് മനസ്സിലായി. ആ അടിമ ഒളിച്ചു ഓടിപ്പോയിട്ടുണ്ട്. ആ അടിമ ഞാനാണെന്ന് ഇദ്ദേഹത്തിലേക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ സംഭവം ആ അടിമയുടെ മോച്ചായം, അതേ മുഖമാണ് ഇദ്ദേഹത്തിലേക്ക് പിന്നീടുണ്ടായത്. അങ്ങനെ ഇയാള് അത്ഭുതപ്പെടുകയാണ്. ആ സമയത്ത് അവിടെ പരിസരങ്ങളിൽ നിന്ന് ആര് വന്നാലും ഇയാളെ നോക്കിക്കൊണ്ട് പറയും, ഇത് ഞങ്ങളിൽ നിന്ന് ഓടിപ്പോയ അടിമ, നിന്റെ അടിമയാണല്ലോ എന്ന യജമാനോട് ഇങ്ങനെ പറയും. ഇയാൾ അത്ഭുതപ്പെട്ടു. വന്നവരെല്ലാരും പറയുന്നത്, ഇത് നിങ്ങളെ അടിമ ഖൈറാണ്, ഇത് നിങ്ങളെ അടിമ ഖൈർ എന്ന പേരുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ ഖൈറുൻ നസ്സാജ് തങ്ങൾ പറയാൻ, ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ അവർ എന്നെ കൊണ്ടുപോയി. അവിടെ ഒരുപാട് അടിമകൾ ഇതാ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ആ മറ്റു അടിമകളെല്ലാം പറഞ്ഞു, എന്താണ്, നിങ്ങൾ വളരെ മോശപ്പെട്ട അടിമയാണല്ലോ, എവിടെയാണ് നിങ്ങൾ ഓടിപ്പോയത് എന്ന് പറയുകയും ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അവരെ കൂടെ ഇതാ വസ്ത്രം നെയ്താൻ നോക്കി. പക്ഷേ എന്ത് പറയണം, അതിന്റെ മുമ്പ് ഞാൻ വസ്ത്രം നെയ്യുന്ന പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവരെ കൂടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നോട് വസ്ത്രത്തിന് വേണ്ടി നെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ, ജനങ്ങൾ പറഞ്ഞപ്പോൾ, അവിടെയുള്ള ഖാദിമീങ്ങൾ അടിമകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വലിയ അഗ്രഗണ്യനെ പോലെ ആണ് ഞാൻ ആ പ്രവർത്തനം പ്രവർത്തിച്ചത്. അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ ജോലി ചെയ്തു. അങ്ങനെ ഒരു ദിവസം മറ്റു
അടിമകളോട് കൂടെ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് മാസങ്ങളായല്ലോ എന്നതിലേക്ക് ഒരു രാത്രി ഞാൻ ഒരുപാട് സുന്നത്തുകൾ നിസ്കരിച്ച് ഇതാ ധാരാളം ഇബാദത്തെടുത്ത് സുജൂദ് എല്ലാം തൂല് സുജൂദ് ചെയ്തുകൊണ്ട് അവസാനം റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഞാൻ ഇനി കരാറ് ചെയ്താൽ ആ കരാറിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല. കാരണം ഇതൊക്കെ സംഭവം കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഖൈറുൻ നസ്സാജ് തങ്ങൾക്ക് മനസ്സിലായി, ഞാൻ എന്തോ ഒരു ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. വമാ അസാബത്തുക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീകും വയഅഫു അൻ കസീർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വരുന്ന മുസീബത്ത് മുഴുവനും നിങ്ങൾ കൈ കൊണ്ട് ചെയ്തത് കാരണം കൊണ്ടാണ്. എന്നലേക്ക് എനിക്ക് ഈ മുസീബത്തെല്ലാം വന്നത് ഞാൻ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ടാണെന്ന് പലപ്പോഴും ഖൈറുൻ നസ്സാജ് എന്ന പിന്നീട് പേര് സിദ്ധിച്ച മഹാനവറുകൾ എപ്പോഴും ചിന്തിച്ചു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, ഞാൻ ഇനി നിന്റെ കരാറിനെ തൊട്ട് ഒരിക്കലും എന്താവൂല, പിന്തിരിയുകയില്ല എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സുബി ആയപ്പോൾ ഇതാ യഥാർത്ഥ രൂപം ഇദ്ദേഹത്തിലേക്ക് വരികയാണ്. അങ്ങനെ ജനങ്ങളെല്ലാവരും പിന്നെ ശ്രദ്ധിക്കുന്നില്ല, ആളുകളൊക്കെ ഇദ്ദേഹത്തെ വിട്ടു. സുബ്ഹാനല്ലാഹ്, അതാണ് എനിക്ക് ഖൈറുൻ നസ്സാജ് വസ്ത്രം നെയ്യുന്ന ആളിൽ ഏറ്റവും ഖൈറായ ആള് എന്ന പേര് സിദ്ധിച്ചത് എന്ന് ചരിത്രം ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉയൂനുൽ ഹികായത്ത് 2-ാം വാല്യം 46-ാമത്തെ പേജിൽ പറയുകയാണ്. അതുകൊണ്ട് നഫ്സിന്റെ ഇത്തിബാ, നഫ്സിന്റെ പിൻപറ്റ എന്ന് പറഞ്ഞാൽ വലിയ ഒരു നാശമാണ്. കാരണം മുഖാലഫത്തുൽ നഫ്സി മിൻ റുഊസുൽ ഇബാദാത്ത്, വലിയ ഒരു ഇബാദത്താണ് നഫ്സ് ആഗ്രഹിക്കുന്നതിന് എതിര് പ്രവർത്തിക്കുക. അതുകൊണ്ട് മുഖാലഫത്തുൻ നഫ്സി റഅ്സുൽ ഇബാദാത്ത്, അഫ്ദലുൽ ജിഹാദി ജിഹാദുൻ നഫ്സി വശൈത്വാൻ, അഫ്ദലുൽ ജിഹാദി മുഖാലഫത്തുൻ നഫ്സ്. അങ്ങനെ പല മഹാന്മാരും പല വിധത്തിലാണ് നഫ്സിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി റിസാലത്തുൽ ഖുശൈരിയിലും മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ഉന്യത്തിലൊക്കെ പറഞ്ഞതുപോലെ റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗർ ഇലാ ജിഹാദിൽ അക്ബർ, ചെറിയ യുദ്ധത്തിൽ നിന്ന് വലിയ യുദ്ധം, ആ വലിയ യുദ്ധമാണ് ജിഹാദുൻ നഫ്സി വശൈത്വാൻ. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അപ്പൊ നഫ്സിനോടുള്ള യുദ്ധം നാം ചെയ്യേണ്ടതുണ്ട്. നഫ്സിന്റെ ഇത്തിബാ ചെയ്ത് നമ്മൾ ജീവിക്കാൻ പാടില്ല. നഫ്സിന്റെ ഇത്തിബാ വലിയ ഡേഞ്ചറാണ്. നഫ്സിന്റെ ഇത്തിബാ, അതായത് ഇത്തിബാഉ ശഹവാത്ത്, നഫ്സിന്റെ ആഗ്രഹങ്ങളെ പിൻപറ്റുക എന്ന് പറഞ്ഞത് അത് 7 കാരണങ്ങളെ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. ആ 7 കാരണങ്ങളെ കൊണ്ടാണ് നഫ്സിന്റെ ഇത്തിബാ ഉണ്ടാകാറുള്ളത്. ആ 7 കാരണങ്ങളും അതിന്റെ ചികിത്സ നാം എങ്ങനെ നടത്തണം എന്നതും നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തിബാഉ ശഹവാത്തിന്റെ 1-ാമത്തെ കാരണം പെട്ടെന്ന് സ്വീകരിക്കുക എന്ന പതിവാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മഹത്വം കേട്ടാല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെടുക്കൽ നമ്മൾ നല്ല വസ്തു കണ്ടാല് അടിമകളായ നമ്മുടെ മനസ്സിൽ അതിന്റെ ആഗ്രഹം വരിക, അതാണ് ഇത്തിബാഉ ശഹവാത്ത്. ആ വസ്തു എൻ്റെ അടുക്കലില്ല, അയാളെടുക്കലുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലരടുക്കലും പല വസ്തുക്കളാണ് ഉള്ളത്. മൊബൈല്, ലാപ്ടോപ്പ്, ഐപാഡ്, അങ്ങനെയുള്ള വാഹനങ്ങളും മറ്റും, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വരികയാണ്, അതുപോലത്തെ വസ്തു എനിക്കും വേണം. ഒരാളും കയ്യിൽ കണ്ടാൽ ആ വസ്തു പോലെ എനിക്കും ഉണ്ടാകണം. ഇങ്ങനെ ഒരു ആഗ്രഹം, ഒരു വസ്തുവിന്റെ മദ്ഹ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു വസ്തു എനിക്കും വേണം. ഇങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നതാണ് ഇത്തിബാഉ ശഹവാത്തിൻ നഫ്സ്. അത് മറ്റുള്ളവർക്ക് കിട്ടിയത് എനിക്ക് അങ്ങനത്തെ കിട്ടണം എന്നും മറ്റുള്ളവർക്ക് ആ വസ്തുക്കൾ പിടിക്കണം എന്ന നിലക്ക് ഈ ജായിസും ജായിസല്ലാത്തതും പലതും ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതിനെ ചികിത്സിക്കൽ എങ്ങനെ? നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സംഗതി എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത സംഗതി എന്താണ്, അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തത്തിന് ആവശ്യമുള്ള ലറൂറിയാത്തുകൾ, അതുപോലെ ജായിസല്ലാത്ത ആഗ്രഹങ്ങൾ, അത് രണ്ടിന്റെ ഇടയിൽ വേർതിരിക്കണം. അതിന് നമ്മൾ സ്വഭാവം പഠിക്കണം. ലറൂറിയ വിഷയം എന്ത്, ജായിസല്ലാത്ത സംഗതികൾ എന്ത്, ആഗ്രഹങ്ങൾ എന്ത്, അതിന്റെ ഇടയിൽ വേർതിരിച്ചു കൊണ്ടുള്ള സ്വഭാവം ഞങ്ങൾ പഠിക്കണം.
എന്നിട്ട് ആരാണ് സ്വാലിഹ്, ആരാണ് മുഖ്ലിസായ സ്നേഹിതൻ എന്നത് നമ്മൾ ആലോചിച്ച് അവരോടാണ് കൂടാലോചന നടത്തേണ്ടത്. അങ്ങനെ ജായിസായ ആഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി ജായിസായ മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതികൾ എന്താണ്, പിന്നെ ജായിസല്ലാത്ത സംഗതികൾ എന്തെല്ലാണ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നഫ്സിന്റെ ആഗ്രഹങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക. രണ്ടാമത്തത്, നഫ്സിന്റെ ആഗ്രഹങ്ങളുടെ രണ്ടാമത്തെ കാരണം നഫ്സിന്റെ ഷറാറത്തുകൾ, നഫ്സിന്റെ ഷർറുകളെ കുറിച്ച് അറിയാതിരിക്കുക എന്നതിന് വേണ്ടിയാണ്. നഫ്സ് എന്ന് പറയുന്നത് വലിയ ഷർറുള്ള വസ്തുവാണ്. ആ ഷർറുള്ള വസ്തു ആയതുകൊണ്ട് അതിന്റെ വഞ്ചനകൾ നമ്മൾ പഠിച്ചിരിക്കണം, അതിന്റെ ചതികൾ നമ്മൾ പഠിച്ചിരിക്കണം. നഫ്സിന്റെ ചതികളും വഞ്ചനകളും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നഫ്സിന്റെ ഇത്തിബാ നമ്മൾ ചെയ്തു പോകും. അങ്ങനെ നഫ്സിന്റെ ഇത്തിബാ ചെയ്യാൻ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും. നഫ്സ് ഭക്ഷണം ആഗ്രഹിച്ചാൽ ഭക്ഷണം കൊടുക്കുന്നു, നഫ്സ് ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് ഉറങ്ങാൻ ആഗ്രഹിച്ചാൽ നമ്മൾ ഉറക്ക് കൊടുക്കുന്നു, ഉറങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ നഫ്സ് തോന്നിയാസത്തിലേക്കും തെറ്റുകളിലേക്കും അധികമായി വലിക്കുന്ന വസ്തുവാണ്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഅ്, തീർച്ചയായും നഫ്സ് അധികം തെറ്റുകളിലേക്ക് പിടിച്ചു വലിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നഫ്സിന്റെ വഞ്ചനകൾ പഠിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നഫ്സിന്റെ ഷഹവാത്തിനോട് പലപ്പോഴും പലരും പിൻപറ്റാറുള്ളത്. അതുകൊണ്ട് നഫ്സിനിക്ക് വ്യത്യസ്തമായ തന്ത്രങ്ങളുണ്ട്. ആ വ്യത്യസ്തമായ തന്ത്രങ്ങൾ മുഖേന ജായിസല്ലാത്ത ആഗ്രഹങ്ങൾ പിൻപറ്റാൻ അത് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അടിമ നഫ്സിന്റെ വഞ്ചനയിൽ പെട്ടുകൊണ്ട് ഒരുപാട് ജായിസല്ലാത്ത ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, ആഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നു. അത് ഇല്ലാതെയാക്കാൻ അതിന് ചികിത്സ എങ്ങനെ ചെയ്യേണ്ടത്? അത് നഫ്സിന്റെ എല്ലാ സന്തോഷങ്ങളും, അത് ദുനിയവിയായ സന്തോഷമാകട്ടെ ഉഖ്റവിയായ സന്തോഷമാകട്ടെ, അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ആ കാരണത്തിലേക്ക് ഒരിക്കലും ചിന്ത കൊടുക്കരുത്. നമുക്ക് കിട്ടിയ ആഗ്രഹങ്ങൾ, നഫ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളും അത് നഫ്സിന്റെ ആഗ്രഹത്തിന്റെ മുഖേനയാണ് കിട്ടിയത്. അതുകൊണ്ട് നഫ്സിന്റെ ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ തിരിഞ്ഞു നോക്കാതെ നഫ്സിനെ പാഠം പഠിപ്പിക്കുക എന്ന നിലക്ക് ലറൂറിയായ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജായിസായ ആഗ്രഹങ്ങൾ മാത്രം നിശ്ചയിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നഫ്സിന്റെ വഞ്ചനയെ തൊട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയും. അതുപോലെ മൂന്നാമത്തത്, ഇത്തിബാഉ ഷഹവാത്തിന്റെ മൂന്നാമത്തെ കാരണം സ്വാലിഹീങ്ങളോടുള്ള സഹവാസത്തെ തൊട്ട് ദൂരത്താകലാണ്. നഫ്സിന്റെ ആഗ്രഹം തീർക്കല് സ്വാലിഹീങ്ങളുടെ സദസ്സിനെ തൊട്ട് ദൂരത്താകലാണ്. കാരണം അടിമ സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കുക, അതുപോലെ അവരോട് സഹവാസം ഉണ്ടായിക്കഴിഞ്ഞാല് നഫ്സിന്റെ ഇത്തിബാ എന്ന് പറയുന്ന മുഹ്ലിക്കായ രോഗത്തെ തൊട്ട് ഒരു മരീദ് രക്ഷപ്പെടും. അപ്പോൾ അതിന്റെ അസറ് നഫ്സ് അല്പാൽപമായി സ്വീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്ന പരമാവധി നഫ്സിന്റെ ഇത്തിബാ എന്ന് പറയുന്ന രോഗം നമ്മൾ ഇല്ലാതെയാക്കാൻ നോക്കണം. അതിനെ ചികിത്സിക്കൽ എങ്ങനെ? അടിമ എപ്പോഴും മുത്തഖീങ്ങളായ ആളുകളെ, പണ്ഡിതന്മാർ, അതുപോലെ സാധകത്യങ്ങൾ, മഹത്തുക്കൾ, അങ്ങനെയുള്ള ആളുകളെ സഹവസിക്കുക. അങ്ങനെ സഹവസിച്ചാൽ നഫ്സിന്റെ മക്റ്, ഫുറേബ്, അതിന്റെ വഞ്ചനകൾ, ചതിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ജായിസായ ആഗ്രഹങ്ങൾ ഏത്, ജായിസ് അല്ലാത്ത ആഗ്രഹങ്ങൾ എന്ത്, അതൊക്കെ വേർതിരിച്ചുകൊണ്ട് നല്ലവരോട് സഹവസിക്കുമ്പോൾ നമ്മൾ സ്വാലിഹീങ്ങളാകാൻ, സുഹബത്തെ സ്വാലിഹ് സ്വാലിഹിക്കുന്നത്, സുഹബത്തെ ത്വാലിഹ് ത്വാലിഹിക്കുന്നതെന്ന് ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. സ്വാലിഹീങ്ങളോട് സഹവസിക്കുമ്പോൾ ഇതാ അടിമ സ്വാലിഹാകുന്നു. ത്വാലിഹീങ്ങളായ അതോ സ്വാലിഹല്ലാത്ത ആളുകളോട് പിൻപറ്റുമ്പോൾ അടിമ ഇതാ ത്വാലിഹാകുന്നു, സ്വാലിഹല്ലാത്ത ആളായി പോകുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ സഹവാസം കൊണ്ട് നഫ്സിന്റെ വഞ്ചനയെ തൊട്ട് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തിബാഉ ഷഹവാത്തിന്റെ നാലാമത്തെ കാര്യം അധികമായ ചെലവ് പതിവാക്കുക, ചെലവ് അധികരിപ്പിക്കുക, അതിന്റെ പതിവാക്കുക. കാരണം ഒരു വസ്തു നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അത് വാങ്ങുന്നു. അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ഒന്നും ചിന്തിക്കില്ല.
അത്യാവശ്യമുള്ളതാണോ അത്യാവശ്യമില്ലാത്തതാണോ എന്ന് ചിന്തിക്കാതെ നമുക്ക് ഒരു വസ്തുവിനെ ആഗ്രഹം വന്നാൽ അത് പെട്ടെന്ന് വാങ്ങുന്നു. ആവശ്യമില്ലാതെ ഒന്നും തന്നെ വാങ്ങാതിരിക്കൂല. ആവശ്യമില്ലാതെ നാം ഒരു വസ്തു തന്നെ വാങ്ങരുത്. മാത്രമല്ല, സൗകര്യമുണ്ടെങ്കിൽ അനാവശ്യമായി നമ്മൾ ചെലവാക്കുന്ന സമ്പത്തിനെ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ സംഭാവനകളോ അല്ലെങ്കിൽ സ്വതക്കുകളോ ചെയ്യുക. അനാവശ്യമായ ചെലവിനേക്കാളും നല്ലത് അതാണ്. അതോടുകൂടി നഫ്സിന്റെ ഇത്തിബാഇന്റെ 5ാമത്തെ കാരണം അതിന്റെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുക. അതായത് സമ്പത്ത് എന്നതിന്റെ അതിനെ ഏത് സ്ഥലത്ത് ഉപയോഗിക്കണം, ഏത് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന കാര്യം ശ്രദ്ധിക്കാതെ സമ്പത്തെല്ലാം ഒരുപാട് നഷ്ടപ്പെടുത്തുന്നു. നഫ്സിന്റെ ആഗ്രഹങ്ങളുടെ വില അറിയാത്തത് കൊണ്ട് നഫ്സിന്റെ ആഗ്രഹങ്ങളിൽ മനുഷ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നഫ്സിനിക്ക് സുഖൂനുണ്ടാകാൻ നാം ചിന്തിക്കേണ്ടത് ഇത്തിബാഉ ശഹവാത്ത് അതൊരു കാര്യമില്ലാത്തതുപോലെ ആക്കി അതിനെ സമയം നഷ്ടപ്പെടുത്തുക, സമ്പത്ത് നഷ്ടപ്പെടുത്തുക എന്നത് ഉണ്ടാകാൻ പാടില്ല. അതിനെ ചികിത്സിക്കൽ തന്നെ നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ അല്ലാഹു തആല ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കാരണമില്ലാതെ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടാലോ ആഖിറത്തിന്റെ പേടി അദ്ദേഹത്തിന്റെ നന്മക്കതൊരു കാരണമാകും. എന്ത് വസ്തു നഷ്ടപ്പെട്ടാലും റബ്ബിന്റെ പേടി നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം എന്നെല്ലാം മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. 6ാമത്തത് ഇത്തിബാഉ ശഹവാത്തിന്റെ 6ാമത്തെ കാരണം ആവശ്യമില്ലാതെ ആഡംബര ജീവിതം ആഗ്രഹിക്കുക. അതായത് വീട്ടിൽ ആവശ്യമുള്ള വസ്തുക്കൾ ധാരാളം ഉണ്ടാകും. ഫർണിച്ചർ ഉണ്ടാകും, വാഹനം ഉണ്ടാകും, മൊബൈൽ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതോടുകൂടെ പുതിയ വസ്തുക്കളൊക്കെ ചിലപ്പോൾ ഫർണിച്ചറിന്റെ ചില വസ്തുക്കൾ അല്ലെങ്കിൽ വണ്ടി അല്ലെങ്കിൽ മൊബൈല് ഇങ്ങനെയുള്ള വസ്തുക്കൾ നല്ലതുണ്ടായിരിക്കും. എന്നാൽ അതിനേക്കാളും നല്ലത് മാറ്റണം, ഇങ്ങനത്തെ ഒരു ചിന്തകൾ അധികരിക്കും. അതിനേക്കാൾ നല്ലത് കിട്ടണമെന്ന ആഗ്രഹം. അതിനെ ചികിത്സിക്കൽ എങ്ങനെ? ദുനിയാവിന്റെ ആൾക്കാർ ദുനിയാവിന്റെ ജീവിതത്തിനെ പരിപൂർണമായി ചിന്തിക്കുക. അംബിയാക്കൾ അലൈഹിമുസ്സലാം, സ്വഹാബത്തുൽ കിറാം അലൈഹിമുർ റിദ്വാൻ, ഔലിയാ ഉൽ ഇളാം റഹിമഹുമുല്ലാഹു സലാം തുടങ്ങിയ മഹത്തുക്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു അത് ചിന്തിക്കണം. എന്നിട്ടോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇന്ന് ദുനിയാവിൽ എൻ്റെ അടുക്കൽ എത്ര സമ്പത്ത് കൂടുതലുണ്ട്, അതിനനുസരിച്ച് ഖിയാമത്ത് നാളിൽ എന്നോട് ചോദ്യം ചോദിക്കപ്പെടും എന്ന ഒരു ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് എപ്പോഴും ഉണ്ടാകണം. അതാണ് ആ ചിന്തിക്കുമ്പോൾ ഇബ്ലീസിന്റെ ഷർറുകൾ അതുപോലെ നഫ്സിന്റെ ആഗ്രഹങ്ങൾ കുറച്ച് നിയന്ത്രണം അതിന് വന്നു കിട്ടും. ഇത്തിബാഉ ശഹവാത്തിന്റെ 7ാമത്തെ കാരണം മറ്റുള്ളവരുടെ അവസ്ഥയിൽ കൂടുതൽ ചിന്തിക്കുക. സ്വന്തത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതാ പരസ്പരം അസൂയ വരാനൊക്കെ കാരണമാകും. കാരണം മറ്റുള്ളവരുടെ വസ്ത്രത്തിലേക്ക് നോക്കുക, അവരുടെ താമസം, അവരുടെ നിൽക്കുന്നതും അവർ താമസിക്കുന്നതും എല്ലാം സന്തോഷം ചിന്തിക്കുക. മാത്രമല്ല ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ തെറ്റുകളാ വന്നു പോകുക. അതേ സ്ഥാനത്ത് ഈ നിഅമത്തുകൾ കൊണ്ടുവരുമ്പോൾ അതോടുകൂടി ഹസദും ഇതാ ജനിക്കുന്നു, അസൂയയും ജനിക്കുന്നു. അത് ഇത്തിബാഉ ശഹവാത്ത് എന്ന കഠോരമായ രോഗം അത് മുഖേന ഉണ്ടാക്കി തീർക്കുന്നു. ഹസദ് മുഖേനയാണല്ലോ ഇത്തിബാഉ ശഹവാത്ത് എന്ന രോഗവും ഉണ്ടാകുന്നത്. ഹറാമ് ഹലാലെന്നും ശ്രദ്ധിക്കാതെ സമ്പത്ത് അല്ലാത്തത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെയാണ് ഇത്തിബാഉ ശഹവാത്ത് മറ്റുള്ള കാര്യത്തിൽ കൂടുതൽ ചിന്തിച്ചു കൊണ്ടുണ്ടാകുക. അതിന് ചികിത്സിക്ക എങ്ങനെ? മഹാന്മാർ പറഞ്ഞു, അടിമ എപ്പോഴും മറ്റുള്ള അവസ്ഥകൾ കൂടുതൽ ചിന്തിക്കരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട്, അതിൽ ഞാൻ സബ്റും ശുക്റും ചെയ്യുന്നു. മുസീബത്ത് വരുമ്പോൾ സബ്ർ ചെയ്യുകയും അല്ലാഹു തന്ന നിഅമത്ത് ഞാൻ ശുക്ർ ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. എന്നെക്കാളും താന്ന ആൾക്കാരെ കാണുമ്പോൾ റബ്ബിന് നോക്കിയാൽ അഥവാ കണ്ടെങ്കിൽ ഞാൻ അല്ലാഹുവിനിക്ക് ശുക്ർ ചെയ്യുന്നു. എന്നിട്ട് മഹത്തുക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ, സീറത്തിന്റെ ഒക്കെ ഗ്രന്ഥങ്ങൾ ഞാൻ മുതാല ചെയ്യുന്നു. ഇതാണ് ജീവിതത്തിന്റെ ശൈലി. അപ്പോഴാണ്
നാം നമ്മുടെ ജീവിതമെല്ലാം ശരിയാക്കാൻ കഴിയുക, നന്മയിലേക്ക് നമുക്ക് തിരിയാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് നഫ്സിന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുകയും ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നഫ്സ് ആഗ്രഹിക്കുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കുക, നഫ്സ് ആഗ്രഹിക്കുമ്പോഴേക്ക് നഫ്സിനിക്ക് പാഠം പഠിപ്പിക്കാതെ നഫ്സിന്റെ വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാലൊക്കെ അതൊക്കെ ഒരുപാട് ജീവികളുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തെ നന്നാക്കി തെരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്ത്, ഖൈറ്, ലുത്ഫ്, ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, പ്രത്യേകിച്ചും ശൈഖുന ഉസ്താദ് അവറുകൾക്കും അതുപോലെ സർവ്വ മുഅ്മിനീങ്ങൾക്കും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.